നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും, 2 ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഒരുമിച്ച് ഒരേപോലെ ആക്ടിവേറ്റ് ആവുന്ന മ്യൂസിക് കേൾക്കുമ്പോഴാണ്. ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് നമ്മളൊരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഈ മ്യൂസിക്കിനെ 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പിച്ച്, ആംപ്ലിറ്റ്യൂഡ്, ടാമ്പർ. ഈ പിച്ചും ആംപ്ലിറ്റ്യൂഡും ടാമ്പറും എന്താണെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞാൽ വരുന്ന പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് റേറ്റും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന മെക്കാനിസം ഒക്കെ മ്യൂസിക്കിനനുസരിച്ച് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അപ്പ് ബീറ്റ് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുന്നതും നമ്മുടെ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ആവുന്നതും സെറിബെല്ലത്തിൻ്റെ കൺട്രോളിലാണ്. ആൻഡ് ഫൈനലി ന്യൂക്ലിയസ് അക്യുംബൻസ്. ഈ പാർട്ടാണ് നമ്മൾക്ക് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു ഫുഡ് കാണുമ്പോഴും നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഡോപ്പമിൻ റിലീസ് ആവുന്നത് 2 എക്സ്ട്രീം എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ സെയിം പാർട്ട് തന്നെയാണ് മ്യൂസിക് കേൾക്കുന്ന സമയത്തുള്ള ഡോപ്പമിൻ റിലീസ് ആവുന്നത്. മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഡോപ്പമിൻ റിലീസ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്രെഡിക്ഷൻ ഉണ്ട്. ഒരു മ്യൂസിക് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ബീറ്റിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും അടുത്ത ബീറ്റും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ, ഒരു ഡ്രോപ്പോ ഒരു ഹൈയോ വരുമ്പോൾ ബ്രെയിൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ബ്രെയിൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡി ജിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരേ ടോണിൽ പോയിട്ട് പിന്നെ ഒരു ഡ്രോപ്പ് ഇടുമല്ലോ, അല്ലെങ്കിൽ ഒരു ഹൈ ഇടുമല്ലോ. ആ ഹൈ ഇടുന്ന സമയത്ത് നമുക്കൊരു കിക്ക് കിട്ടുന്നത് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്.